ഒരു കാര്യം, ഈ CPM എന്ന് പറയുന്ന ഒരു പാർട്ടി ഒരു കേരള പാർട്ടിയാണ്, ഈ ജനാധിപത്യ പാർട്ടിയല്ല ഈ കോൺഗ്രസ് പോലെയൊക്കെ. അതിനകത്ത് ഒരാക്ഷേപം, അതായത് തന്നെ സെക്രട്ടറി ആക്കാത്തത് കൊണ്ട് താൻ മറ്റൊരു പാർട്ടിയിൽ ചേരാനായിട്ട് ശ്രമിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ വൈദേകം പോലുള്ള എന്തെങ്കിലും ഒരു ഇടപാടിന്റെ സെറ്റിൽമെന്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ BJP ചേരാൻ ആഗ്രഹിച്ചത്. ആദ്യമായിട്ട് ഇദ്ദേഹത്തെ നമ്മൾ കാണുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഏതാണ്ട് ഒരു 2-2.5 വർഷം ആ ഒരു കാലയളവില് നമ്മൾ ഈ വിഷയത്തെ കുറിച്ചിട്ട് നന്ദകുമാർ സംസാരിക്കുകയാണ്. നന്ദകുമാർ സംസാരിച്ചതിന് ശേഷവും 2-3 മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത്രയും കാലതാമസം എടുക്കാൻ, തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു എന്താ പറയാ, വിമ്മിഷ്ടം എന്ന് പറയും ഉണ്ടായിരുന്നു ശ്രീമാൻ EP ജയരാജന്. അപ്പോൾ അതെല്ലാം ആലോചിച്ച് തീരുമാനിച്ച് എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഇദ്ദേഹം ഡൽഹിയിലേക്ക് ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് തയ്യാറാകുന്നത്. എന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, അതിന് എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഈ വൈദേഹത്തിന്റെ വിഷയം പോലും കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വരുന്നത്. അപ്പോൾ വൈദേഹത്തിന്റെ വിഷയം കൊണ്ടാണ് BJPയുടെ ആളുകളെ ശ്രീമാൻ EP ജയരാജൻ കണ്ടത് എന്ന് പറഞ്ഞാൽ അതിലെന്തർത്ഥമാണുള്ളത്? അത് ഈ അടുത്ത നാളിലുണ്ടായ സംഭവമാണ്. അത് തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു തരത്തിലുള്ള സത്യസന്ധതയും ഇല്ല. ആ സംഭവം വന്നത് തന്നെ ഈ അടുത്ത കാലത്താണ് മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെട്ടിട്ട് ഞാനൊക്കെ അറിയുന്നതും മനസ്സിലാക്കുന്നത്. അല്ല, അത് ഗോവിന്ദൻ മാഷ് എന്നേക്കാൾ വളരെ ജൂനിയർ ആണെന്നും ആ ജൂനിയർ ആയിട്ടുള്ള ഗോവിന്ദൻ മാഷെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് അല്ല ഉണ്ടല്ലോ, ഞാൻ ഡേറ്റ് കാണിച്ചല്ലോ. അതായത് 2022 മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട സമയത്തല്ല, കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കണം. മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചുമതല അടുത്ത മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ടീം വരുന്നത് വരെ ഈ 5 പേർക്കുമുണ്ട്. അല്ലാതെ മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി നടക്കുന്ന കാലത്ത് ജയരാജനെ കൊണ്ടുപോയി എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഈ ഗോവിന്ദൻ മാഷ് സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷമാണ് ജയരാജനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം BJPയിലേക്ക് വരും. അത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞ ഒരു സംഭവമാണ്. അതിനെ ഇനി വളച്ചാലും തിരിച്ചാലും അതിന് വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. കുറെ സമയം വേരുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഗോവിന്ദൻ മാഷ് സെക്രട്ടറി ആയതിനു ശേഷമാണ് പ്രഭാരിയായിട്ടില്ല. അല്ല, ആവട്ടെ, ഞാൻ പറഞ്ഞ എന്താണ്, ശോഭാ സുരേന്ദ്രന് പുതിയ ആളുകളെ ഒരു ക്ലിയറിന്റെ കുറവുമില്ല. ജനുവരി മാസത്തിൽ 2022 ജനുവരി മാസത്തിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് എന്ന്. ഏത് മാസത്തിലാണ്? അതെ. അപ്പോ അതിനു മുൻപ് പാർട്ടിക്കകത്ത് അല്ല, അതിനു മുമ്പ് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു പ്രശ്നവും EP ജയരാജനും പിണറായി വിജയനും തമ്മിലില്ലേ? എനിക്ക് അതിന്റെ ഉത്തരവാദിത്തം ഒന്നും ഏറ്റെടുക്കേണ്ട കാര്യമില്ല. എന്നോട് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നേക്കാൾ ജൂനിയർ ആയിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറിയായി ഞാൻ മനസ്സിലാക്കിയത് അതിൽ അമർഷവും ദുഃഖവും ശ്രീമാൻ EP ജയരാജൻ ഉണ്ടായിരുന്നു. ഞാൻ വളരെ ക്ലിയർ ആയി പറഞ്ഞു, 2022 ജനുവരിയിൽ ഈ ചർച്ചകൾ നടക്കുന്നു അല്ലെ? ഗോവിന്ദൻ മാസ്റ്ററുടെ യാത്ര വന്ന ദിവസം ഞാൻ അദ്ദേഹത്തെ രാമനിലയത്തിൽ കാണുന്നു. വെണ്ണലയിലെ വീട്ടിൽ, നന്ദകുമാറിന്റെ വീട്ടിൽ എത്രയോ മാസങ്ങൾക്ക് മുൻപാണ് കണ്ടിട്ടുള്ളത്. ഞാൻ വളരെ വ്യക്തമായി ഇതെല്ലാം പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ചില ആളുകൾക്ക് ശ്രീമാൻ EP ജയരാജൻ ശോഭാ സുരേന്ദ്രനെ കണ്ടിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വാർത്ത കൊടുക്കണം. സംസ്ഥാന ഗോവിന്ദ് ആ നീരസം മാത്രമേ ഉള്ളൂ EP ജയരാജൻ? അല്ല, എന്നോട് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഏത് ജനുവരിയിൽ? അപ്പോ രാമനിലയത്തിലെ ചർച്ചയിൽ പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്താ പറഞ്ഞത്? തൃശൂരിലെ രാമനിലയത്തിൽ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് തിരിച്ചു വന്നതിന് ശേഷമാണല്ലോ രാമനിലയത്തിൽ കാണുന്നത്. അപ്പൊ രാമനിലയത്തിൽ കാണുന്ന ദിവസം എന്നാണ്? ഗോവിന്ദൻ മാഷയുടെ യാത്ര തൃശൂരിൽ വരുന്ന ദിവസമാണ്. അതിന് ജയരാജനോടാ ചോദിക്കേണ്ടത്. അതായത് എല്ലാം വേണ്ട എന്ന് വെച്ച് തിരിച്ചു വന്ന ആൾ വീണ്ടും രാമനിലയത്തിൽ വരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ചുമതല കൊടുത്തുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്, ഉമ്മ ടീച്ചർ മത്സരിക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തിന് ശേഷം പാർട്ടിയിൽ വലിയ മൂവ്മെന്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ ഗോവിന്ദൻ മാഷ് സംസ്ഥാന സെക്രട്ടറി ആയത്. ആ ഗോവിന്ദൻ മാഷ് സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം അന്ന് മനസ്സിൽ BJPയിലേക്ക് വരണമെന്ന് തോന്നിയ ആൾക്ക് വീണ്ടും വരണമെന്ന് തോന്നണ്ടാകുന്നുണ്ടോ? അല്ല, തോന്നണ്ടാകുന്നുണ്ടോ? ഗോവിന്ദൻ മാഷ് സംസ്ഥാന സെക്രട്ടറി ആവുന്നതിന് മുൻപും ജയരാജനെ BJPയിൽ വരാൻ ആഗ്രഹിക്കാം, ശേഷവും ആഗ്രഹിക്കാം.
അതിനുശേഷമാണ് പി ജയരാജൻ പാർട്ടി ബ്ലാക്ക്മെയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ വളരെ സത്യസന്ധമായിട്ടാണ് ശ്രീമാൻ ഇ പി ജയരാജന്റെ വാക്കുകളെ കണ്ടത്. വളരെ സത്യസന്ധമായിട്ടാണ്. അതിൽ അദ്ദേഹത്തിന് പല രീതിയിലും പല കാര്യങ്ങളും എന്നോട് നേരിട്ട് പറയാൻ താല്പര്യമില്ല എന്നും നേരിട്ട് എന്റെ അഖിലേന്ത്യാ തലത്തിലുള്ള ഏറ്റവും വലിയ ആളുകളുമായിട്ട് സംസാരിക്കണമെന്നുമാണ് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത്. ഞാനതൊന്നും കൂടുതൽ ചോദിക്കാനും ശ്രമിച്ചിട്ടില്ല. നിങ്ങൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കി സംശയമുണ്ടെങ്കിൽ അത് എന്റേതായിട്ടുള്ള കോൺഫിഡൻഷ്യൽ മാറ്റർ. ഞാനുമായിട്ട് എത്ര വലിയ വലിയ നേതാക്കന്മാർ സംസാരിക്കുന്നു, ഞാൻ ആരെയെല്ലാം കാണുന്നു, ഏത് അഖിലേന്ത്യാ നേതാവിനെയാണ് ഞാൻ അവരുടെ മുന്നിൽ ഇരുത്തി കൊടുക്കുന്നത് എന്നൊക്കെ ഞാനുമായിട്ട് ചർച്ചയ്ക്ക് വരുന്നവർ തീരുമാനിച്ചാൽ മതി. അത് മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ അതിന്റെ ജാതകവും ഡേറ്റും തീയതിയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചില്ല. എനിക്ക് അത് ബോധ്യപ്പെടുത്തേണ്ടത് എന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ ഒരേ പണി ഏൽപ്പിച്ചാൽ അത് ഞാൻ ബോധ്യപ്പെടുത്തും. കേരളത്തിന്റെ സംസ്ഥാന ഘടകത്തിന്റെ അധ്യക്ഷൻ ശ്രീമാൻ സുരേന്ദ്രൻ ശോഭ ഇന്ന പണി ചെയ്യണം, ഇന്ന ജോലി ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തും. അല്ലാതെ മാധ്യമ സുഹൃത്തുക്കൾക്ക് ഇതിന്റെ ഡാറ്റയും വിവരവും രേഖയും ഒന്നും മുന്നിൽ വെക്കേണ്ട ഒരു ബാധ്യതയും എന്നെ സംബന്ധിച്ചില്ല. അപ്പൊ ഫോട്ടോ അയച്ചുവെന്നും വാട്സപ്പ് ഉണ്ടായിരുന്നുവെന്നും ഇ പി ഉറപ്പിച്ചിട്ടുണ്ട്. താങ്കൾക്കെതിരെ നിയമ നടപടി ആലോചിക്കുന്നു ഇ പി പറഞ്ഞത് രാവിലെ. വളരെ സന്തോഷം. ഒരു കാര്യം, കെ സുരേന്ദ്രൻ രാവിലെ പറഞ്ഞത് ഈ പാർട്ടിയിൽ ഒരു ഇ പി ചേരാൻ മാത്രമല്ല നിരവധി ഇ പിമാരുണ്ട്. ആലപ്പുഴയിലെ ജി സുധാകരൻ അടക്കമുള്ള ആളുകൾ ബി ജെ പിയിലേക്ക് വരാനുള്ള ആഗ്രഹം ഉള്ള ആളുകളാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതേക്കുറിച്ചുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, സംസ്ഥാന പ്രസിഡന്റ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി അതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് ആയിരിക്കും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാവുക. അതിലൊരു തർക്കവുമില്ല. ഞാൻ പറഞ്ഞല്ലോ 8 പ്രഗത്ഭന്മാരായിട്ടുള്ള നേതാക്കന്മാര് നമ്മളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന്. അതെല്ലാം സി പി എം തന്നെയാണോ? അല്ലല്ല, കോൺഗ്രസുകാരാണ്.